ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ക്യാരിയർ കേട്ടോ. നമ്മൾ ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു മോഡിഫൈഡ് വീഡിയോ ആണ്. ഏതാണെന്ന് വെച്ചാൽ അതാ ബാക്കി കാണുന്ന നമ്മുടെ MT ആണ്. അപ്പോൾ MTയുടെ നമ്മുടെ ഒരു ക്യാരിയർ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ ആ ക്യാരിയറാണ് ഈ ബോക്സിനകത്ത് ഇരിക്കുന്നത്. നമ്മൾ ബാൻഡ് ഡോസിൽ നിന്ന് ഓർഡർ ചെയ്താണ് കേട്ടോ. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് സാധനം എത്തിയത്. അതൊരു കിടിലം ക്യാരിയറാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിലത്തെ ക്യാരിയർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നുള്ള വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നിന്ന് താമസിക്കാതെ നേരെ നമുക്ക് ഈ ബോക്സ് അൺബോക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ക്യാരിയർ വണ്ടിയിനകത്ത് നേരെ ഇങ്ങനെ സെറ്റ് ചെയ്യാം. കയറി എടുത്തിട്ടുണ്ട്. ഇത് പൊട്ടി വരുന്നതുമില്ലല്ലോ. ഇതിലും പാക്കിങ് ആണ് കേട്ടോ. അതിൻ്റെ കാര്യത്തിൽ ബാൻഡ് ഡോസിൽ ഫുൾ മാർക്കിങ് കൊടുക്കാം. ഓ പോളി. അപ്പോൾ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ക്യാരിയർ കേട്ടോ. നമ്മൾ എന്താണ് MTയുടെ. അപ്പോൾ MTയുടെ തന്നെ ചെറിയൊരു ലോഗോ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ക്യാരിയറാണ് കേട്ടോ. നല്ല പക്ക സ്ട്രോങ്ങുമാണ് സാധനം. അപ്പോൾ ഈ ഒരു ക്യാരിയറാണ് നമ്മൾ ഇനിയിപ്പം ഈ ഒരു MT സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ MT സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ സീറ്റ് ഇളക്കാൻ നേരത്തെ ഇവിടെ 2 10-ൻ്റെ ബോൾട്ടും 2 സ്റ്റാൻഡ് ബോൾട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ എൻഡിലായിട്ട് ഇരിക്കുന്ന 2 10-ൻ്റെ ബോൾട്ടാണ് നമുക്ക് ഇളക്കാനുള്ള. ഇതിൻ്റെ അകത്താണ് നമ്മൾ ക്യാരിയറിൻ്റെ ഈ ഒരു ഭാഗമല്ലേ, ഈ ഒരു ഭാഗം വെച്ച് ടൈറ്റ് ചെയ്യാനുള്ള കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു 10-ൻ്റെ ബോൾട്ട് ഇളക്കാം. പിന്നെ ഈ സീറ്റിൻ്റെ അടിയിലായിട്ട് വരും 2 10-ൻ്റെ ബോൾട്ടുണ്ട്. അതിൽ ബേക്കിലത്തെ 10-ൻ്റെ ബോൾട്ടാണ് നമുക്ക് ഇളക്കാനുള്ള. ഇതിൻ്റെ അകത്ത് വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ക്യാരിയർ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. ഇപ്പോൾ സീറ്റിൻ്റെ അടി വരുന്ന ബോൾട്ടില്ല. അപ്പോൾ ആര് സൈഡിൽ ബോൾട്ട് നമ്മൾ ഇളക്കി. അപ്പോൾ ഇടത് സൈഡിലെ ബോൾട്ട് ഇളക്കാനായിട്ട് നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ ഇരിക്കുന്ന TV വെച്ച് ഇളക്കാൻ നേരത്ത് ഈ ഒരു നമ്മുടെ ബേക്ക് ഹഗ്ഗർ തട്ടിക്കൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ തൽക്കാലത്ത് ഈ ഹഗ്ഗർ ഒരു ഇതും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെയും ഈ ഒരു ബോൾട്ട് ഉരിയെടുക്കാം. അപ്പോൾ ഈ ഒരു സൈഡിലെ ബോൾട്ട് നമ്മളിത് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് രണ്ടാമത്തെ ബോൾട്ടാണ് കേട്ടോ ഇളക്കാനുള്ള. 2 സൈഡിലെ മുകളിലത്തേന്ന് ഇതാ ഈ ഒരു ഫസ്റ്റ് ബോൾട്ടാണ് ഇളക്കാനുള്ള. ഈ കാണുന്ന 2 ഇളക്കി കയ്യിലെടുക്കുകയാണ് നമ്മൾ. ഓക്കെ, ഇത് നമ്മളെ കൂട്ടാൻ്റെ വണ്ടിയാണ് കേട്ടോ. ഇവരാണ് നമ്മളെ കൂട്ടുകാരൻ സാജു. ഓക്കെ, ഇനി നമുക്ക് ഒന്നുമില്ല, ഡയറക്റ്റ് എടുത്ത് നമുക്ക് ഈ ഒരു ക്യാരിയർ സെറ്റ് ചെയ്താൽ മതി കേട്ടോ. പിടിച്ചോടാ അവിടെ. അടിയത് ഇങ്ങനെ ഒരു ക്ലാമ്പ് എന്തിനാണെന്ന് വെച്ചാൽ ഒരു സപ്പോർട്ടിന് പിന്നെ കാണാനും കുറച്ച് ലുക്കാണ് കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ പയ്യെ എടുത്ത് കയറ്റാം. പക്ഷേ അളവ് കറക്റ്റ് ആവുന്നില്ലല്ലോ. ഈ ഒരു ക്ലാമ്പ് കറക്റ്റ് ആവുന്നില്ല കേട്ടോ. ശകലം കൂടെ ഒന്ന് ബെൻഡ് ആക്കേണ്ടി വരും. പിടിച്ചേ. ഓക്കെ, ഇത് കുറച്ച് വൈഡായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ അകത്ത് കയറ്റാൻ എടുത്തത്. അപ്പം നമുക്ക് കൈ വെച്ചാൽ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് തട്ടി ജസ്റ്റ് ഒന്ന് ഇതിനൊന്ന് അടുപ്പിക്കാമേ. ഗൈസ്, അപ്പോൾ ഈ ബെൻഡ് കുറച്ച് അടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെഷീനാണ് ഈ ഒരു ഗേറ്റ് കേട്ടോ. ഗേറ്റിൻ്റെ ഇടയിൽ കയറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് തള്ളിക്കൊടുത്താൽ മതി. കുറച്ച് ഞാനീക്കോളും. ഇത് ഞാൻ കണ്ടുപിടിച്ച ഒരു ഐഡിയ ആണ് കേട്ടോ. അത് സംഭവം ക്യാമറ ഓഫായിട്ട് നിങ്ങളുടെ ഒന്ന് തള്ളാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ക്യാരിയർ ഇപ്പോൾ സെറ്റ് ചെയ്ത് കുറച്ച് ബെൻഡ് താത്തപ്പോൾ സംഭവം ഓക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ബോൾട്ടാണ് നമ്മൾ ക്യാരിയർ ഇടുന്ന ഭാഗത്ത് കമ്പനി നൽകിയിരുന്നത്. പക്ഷെ അത് നമുക്ക് ഇടാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഈ ഒരു ക്യാരിയറിൻ്റെ ഹോള് ചെറുതാണ് കേട്ടോ. അപ്പം ഈ ഒരു ഒരു കട്ടണക്കുള്ള സംഭവം ഉള്ളതുകൊണ്ട് ഇതിൻ്റെ അകത്തോട്ട് കയറുന്നില്ല. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ വേറെ 8-ൻ്റെ ബോൾട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സെപ്പറേറ്റ് വാങ്ങിക്കണം കേട്ടോ. ഇതിൻ്റെ അവിടെ കിട്ടത്തില്ല. 8-ൻ്റെ ബോൾട്ട് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ ഇപ്പുറവും ഇവിടെയും 8-ൻ്റെ ബോൾട്ട് ഇട്ട് തൽക്കാലം ടൈറ്റ് ചെയ്യാൻ കേട്ടോ. ഈ 10-ൻ്റെ തന്നെ കുറച്ചുകൂടി നീളമുള്ള ബോൾട്ട് ഉണ്ടെങ്കിൽ അത് തന്നെ വാങ്ങിച്ചിട്ട് നമുക്ക് ടൈറ്റ് ആക്കാം. ഇതിപ്പോൾ 8-ൻ്റെ ബോൾട്ട് ഇട്ട് ടൈറ്റ് ആക്കി. ഇത് ജസ്റ്റ് തൽക്കാലത്തേക്കാണ്. നമ്മളെ ഉള്ളൊരു ബോൾട്ട് ഇട്ട് ടൈറ്റ് ആക്കിയാണ് കേട്ടോ. 10-ൻ്റെ ബോൾട്ട് തന്നെ വേണമെന്ന് വെച്ചാൽ ഈ ഒരു ക്യാരിയറിൻ്റെ ഹോളത്ത് ചെറുതാണ്. അപ്പോൾ 8-ൻ്റെ ബോൾട്ടോടെ ആവാൻ നേരത്ത് ചിലപ്പം സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു വാഷറോടെ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. അപ്പോൾ ഫ്രണ്ടിലത്തെ വർക്കൊക്കെ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടിയിലത്തെ വർക്കിലോട്ട് പോകാം. അപ്പോൾ അടിയിലത്തെ ഭാഗം വരാൻ നേരത്തെ നമ്മൾ കമ്പനി ബോൾട്ട് എന്തായാലും ഈ ഒരു പട്ടേര മോളിൽ കൂടെ കയറത്തില്ല, നീളം കുറവായുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ബാൻഡ് ഡോസാർ അയച്ചു തന്നിട്ടുണ്ട്. 2 അലങ്കി ബോൾട്ടും കൂടെ വാഷറും അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അലങ്കി ബോൾട്ട് വെച്ചാണ് നമുക്ക് അടിയിലത്തെ ഈ പട്ട ടൈറ്റ് ചെയ്യാനുള്ള സംഭവം. പക്ക അളവല്ല കേട്ടോ. അത് അഡ്ജസ്റ്റ് ചെയ്ത് എന്ന് വെച്ചാൽ നമുക്ക് തന്നെ എവിടെയും കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് തന്നെ കൈ വെച്ചൊന്ന് വലിച്ചു പിടിച്ചാൽ അല്ലെങ്കിൽ എവിടെയും കൊടുത്ത് ബെൻഡൊന്ന് മാറ്റിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. അതിൻ്റെ വേറെ വലിയ പാടുള്ള പണിയൊന്നുമില്ല. നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. അത്യാവശ്യം പണിയൊക്കെ അറിയാവുന്ന ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു ക്യാരിയറാണ് കേട്ടോ. അപ്പം അടിയിലത്തെ കൂടെ സെറ്റ് ചെയ്യാം. വേറെ പണിയൊന്നുമില്ല. ഈ ഒരു അലക്കി ബോൾട്ട് എടുത്ത് നമുക്ക് ടൈറ്റ് ചെയ്താൽ മാത്രം മതി.
ഓക്കെ, അപ്പം ക്യാരിയറിൻ്റെ ബോട്ടുകളെല്ലാം വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി എല്ലാം ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്താൽ മാത്രം മതി. എല്ലാം കറക്റ്റ് ഹോള് വീണിട്ടുണ്ട് കേട്ടോ. സംഭവം പക്ക സ്ട്രോങ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഫുള്ള് ടൈറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മൊത്തത്തിലുള്ള ലുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമേ. ഒക്കെ സ്ട്രോങ് ആയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം കുറച്ചുകൂടെ ബേക്ക് ഇറങ്ങിയിരിക്കാം. ഒരുപാട് ഇതിൻ്റെ മണ്ടേ കയറുന്ന ആരും ഇരിക്കില്ല, ചിലപ്പം ഇതുകൊണ്ട് വളഞ്ഞു പോകും. അത്രയ്ക്ക് ഉള്ള സ്ട്രോങ് ഒന്നുമില്ല, എങ്കിലും ഒട്ടും ക്വാളിറ്റിക്ക് കുറവില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ക ക്വാളിറ്റി കേട്ടോ, പക്ക ക്വാളിറ്റി ഇത്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ലോങ്ങൊക്കെ പോകാൻ നേരത്തെ ഈ ഒരു ക്യാരിയർ നിർബന്ധമാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കൊച്ചു സീറ്റിൽ പില്ലേനെ ഇരുത്തിക്കൊണ്ട് പോകുന്ന കേസാണ് ഞാൻ പറയുന്നത്. പില്ലേനെ ഇരുത്തിക്കൊണ്ട് പോകാൻ നേരത്ത് അവർ കുറച്ച് കഷ്ടപ്പെടാണ്. പിന്നെ അത്യാവശ്യം ലഗേജും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വെച്ച് നമുക്ക് കെട്ടിവയ്ക്കാൻ പറ്റുന്ന ഒരു ക്യാരിയറാണ്. സംഭവം എന്തുകൊണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഗൈസ്, ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ എന്തെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്യാരിയറിൻ്റെ ലിങ്കും കാര്യങ്ങളും എൻ്റെ ഇല്ല കേട്ടോ. ഞാൻ ബാൻഡ് കയറി മെസ്സേജ് അയച്ച് അവർ തരണേതാ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാൻഡ് കയറി മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആയിപ്പോൾ ഞാനും വലിയ വീഡിയോ തന്നെയാണ് വന്നത്. പക്ഷേ ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി വലിയ താമസം എടുത്തില്ല കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം. അതുവരെയ്ക്കും ഗുഡ് ബൈ.